നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് KML സിസ്റ്റം എന്ന് പറയുന്നൊരു ഞാൻ കുറേ നാളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PPT ടൈപ്പ് വേർഷൻസ് ക്ലാസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എനിക്കതൊക്കെ ചെയ്യാൻ മടിയാണ്. ഞാൻ സിമ്പിളായിട്ട് ചാർട്ടിൽ ഇതിൻ്റെ കാര്യങ്ങൾ വരച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കുറേ നാളുകളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റമാണ്. ന്യൂയോർക്ക് സെഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ബട്ട് നമ്മൾ ഈ പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിസ്ക് റിവാർഡ് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലേക്ക് പോയിട്ട് ഞാൻ ഈ KML സിസ്റ്റത്തെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ കുറേ ആളുകൾക്ക് അറിയായിരിക്കും KML സിസ്റ്റത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇത് മെയിൻലി ഒരു റിവേഴ്സൽ ട്രേഡിംഗ് സിസ്റ്റം ആണ് വിത്ത് ട്രാപ്പ് ട്രേഡിംഗ്. സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ കോൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സിസ്റ്റമാണിത് QML എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസിലും ഈ പറയുന്ന ലിക്വിഡിറ്റി, അതായത് മെയിനായിട്ടും ലണ്ടൻ, ന്യൂയോർക്ക് ഓപ്പൺ ആ ടൈമിലും ഓവർലാപ്പിംഗ് ടൈമിലും ലണ്ടൻ ഓപ്പൺ ടൈമിലും ന്യൂയോർക്ക് ഓപ്പൺ ടൈമിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതലായിട്ടും പഠിക്കാം. ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം എൻ്റെ ട്രേഡിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ടും നമ്മൾ QML-നെ പറ്റി നോക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡെയിലി ബയാസ് എന്നുള്ളത് ആദ്യം പരിശോധിക്കുക എന്നുള്ളതാണ്. QML നമ്മൾ ആദ്യം നോക്കുക എന്നുള്ളത്. അതായത് മാർക്കറ്റ് എപ്പോഴും ഒരു മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെയിലി ബയാസ് ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡാണ്. അതുപോലെ നമുക്ക് കുറച്ച് ലോ ടൈം ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കാം. 4 അവർ നോക്കുന്ന സമയത്തും ഏകദേശം അപ് ട്രെൻഡ് തന്നെയാണ്. 1 അവർ നോക്കുന്ന സമയത്തും അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അപ് ട്രെൻഡിൽ QML നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറിഷ് ആയിട്ടുള്ള QML സിസ്റ്റത്തെ പറ്റി QML ആണ് നമ്മൾ നോക്കുക. അതായത് ബിയറിഷ് QML സിസ്റ്റം ആണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കൊരു ഡെയിലി ബയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാവുന്നതാണ്. ബട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഡെയിലി ബയാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ ടൈം ഫ്രെയിം ബയാസിനോട് ചേർന്ന് നിൽക്കുന്ന QML ട്രേഡ്സ് എടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ഒരു കാര്യം എന്നുള്ളത് ഫ്രീക്വൻ്റ് ആയിട്ടും മാർക്കറ്റിൽ അപ്പിയർ ചെയ്യുന്നൊരു എന്താ പറയുക സ്ട്രക്ചർ അല്ല. ഒരു 2 വീക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ടൈംസ് അല്ലെങ്കിൽ 6 ടൈം മാക്സിമം അത്രയൊക്കെ നിങ്ങൾക്ക് QML ട്രേഡ്സ് കിട്ടാറുള്ളൂ. പക്ഷേ ആ ഒരു അത്രയും ടൈം കിട്ടുന്ന സമയത്ത് അതൊരു നല്ല മോർ 1:3 കിട്ടാൻ പറ്റുന്ന ഒരു 80% ട്രേഡ്സും 1:3 കിട്ടുന്ന ടൈപ്പ് ഒരു ട്രേഡ്സ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം അത്ര സ്ട്രോങ് ആണ്, നിങ്ങളുടെ സൈക്കോളജി സ്ട്രോങ് ആണ്. ആക്ച്വലി സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ കൂടുതൽ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ സൈക്കോളജി എന്ന് തന്നെ പറയാൻ പറ്റില്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ പെട്ടെന്നൊരു എന്താ പറയുക ഒരു റിസൾട്ട് ട്രേഡിങ്ങിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൈക്കോളജി കുറ്റം പറയുന്നത്. നിങ്ങൾ അറിയാത്തൊരു കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രൂഫും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തെ പറ്റിയിട്ട് യാതൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ മാക്സിമം ഒരു 100 ട്രേഡ് അല്ലെങ്കിൽ ഒരു മാസം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ സിസ്റ്റം ഒരുപാട് തവണ എന്താ പറയുക നഷ്ടങ്ങൾ തന്ന മാസങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ 1, 2, 3 തവണ നിങ്ങളുടെ സിസ്റ്റം സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള വിശ്വാസം കുറയാന്നുള്ളത്. അപ്പോൾ 90%, 95% ട്രേഡേഴ്സ് ക്വിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി സിസ്റ്റം മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനഫായിട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇതിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി തയ്യാറാക്കുക. അതിനുവേണ്ടി എങ്ങനെ പരിശ്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടും ലോങ് ടൈം ഫ്രെയിമിൽ ഒരു മിനിമം ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയേഴ്സിൻ്റെ ഡേറ്റ വെച്ച് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിസ്റ്റം ഒരുപാട് തവണ ഒരുപാട് മാസങ്ങളിൽ നെഗറ്റീവ് റിസൾട്ട് തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ
നിങ്ങളുടെ സിസ്റ്റം ഈവൻ ദോ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സിസ്റ്റം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സാധ്യതകൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റിംഗ് ചെയ്യുക. നിങ്ങൾ ലൈവ് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് അക്കൗണ്ട് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു തവണ 2-3 ട്രേഡ് പ്രോഫിറ്റ് ആവണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ഫേസ് 1 പാസ്സായി എന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ 100K അക്കൗണ്ടൊന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പാടില്ല. സ്ലോലി ബിൽഡ് ചെയ്യുക. ഒരു ഫസ്റ്റ് ഒരു 25 അക്കൗണ്ട് വരെ മാക്സിമം പിടിക്കുക. അതിനുശേഷം സൈക്കോളജി നല്ല രീതിയിൽ സെറ്റായിട്ട് ശേഷം 25K അബോവ് അക്കൗണ്ടുകൾ പിടിക്കാൻ തുടങ്ങുന്നത് വെച്ചാൽ സിംപിളി എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $1,000 ഡീൽ ചെയ്യാൻ, അതായത് 90,000 രൂപ ഒരു ദിവസം മാനസികമായി ഡീൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ 5K അക്കൗണ്ട് പരാജയപ്പെട്ടു എന്നൊരു പോയി 25K അക്കൗണ്ട് എടുക്കരുത്. നിങ്ങൾ 5K അക്കൗണ്ട് എടുത്ത് തന്നെ അത് പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുക. 5K അക്കൗണ്ട് പാസ്സാക്കാത്ത ഒരാളും 25K അക്കൗണ്ട് പാസ്സാക്കാൻ പോകുന്നില്ല. ഈവൻ അയാൾ പാസ്സായാലും അയാളുടെ ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു അക്കൗണ്ട് എടുത്തതിൻ്റെ പേരിൽ, ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചതിൻ്റെ പേരിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതൊക്കെ വെറും വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രയോറിറ്റീസ് എന്നുള്ള ലൈഫിൽ നിന്ന് ആദ്യം ചിന്തിക്കുക. സമാധാനമായിട്ടുള്ള ലൈഫാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കഷ്ടപ്പാടുകളാണോ, അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ വയ്യാത്തൊരു മനസ്സാണോ നമ്മുടെ ബുദ്ധിമുട്ട്? എന്താണോ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് മാറ്റാൻ വേണ്ടി അതിന് തയ്യാറാകുക, കഷ്ടപ്പെടാൻ തയ്യാറാവുക. ട്രേഡിങ് എങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഒരു റിസൾട്ടും എക്സ്പെക്ട് ചെയ്യാതെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഒരു ദിവസം $50 കിട്ടുന്ന ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ നിങ്ങൾ തുടരെ $50 കിട്ടുന്നു. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പൈസയും നിങ്ങൾ കൊണ്ട് കളയുന്നു. അങ്ങനെ നിങ്ങൾ അടുത്ത ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലൂപ്പിൽ പെട്ടുകൊണ്ടേയിരിക്കും. അതിന് പകരം നിങ്ങൾ സ്ട്രോങ് ആയിട്ടും ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ഓക്കെ. അപ്പം നമുക്ക് ഉപദേശം കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡിങ്ങിലേക്ക് വരാം. ക്യോമൽ സിസ്റ്റത്തെ പറ്റി പഠിക്കാം. ക്യോമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യോമൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ക്യോമൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്യോമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുന്നു, അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ മൂവ് ചെയ്യുന്നു മുകളിലേക്ക്, അതിനുശേഷം മാർക്കറ്റ് ഈ ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഈ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ക്യൂമൽ ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് അഗെയിൻ ഈ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവായി ഈ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് സിംപ്ലി ക്യൂമൽ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രീവിയസ് ലോവർ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഹയർ ഹൈ ഉണ്ടാവുന്നു, അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലെവൽ തന്നെ പറഞ്ഞ പേരാണ് ഈ പറഞ്ഞ പോലെ ക്വാസിമോഡോ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഞാൻ യൂസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്യൂമൽ ലെവൽസിനെ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമുക്ക് ക്യൂമൽ കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഞാനിവിടെ ക്യൂമൽ എനിക്ക് സിംപ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ക്യൂമൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ
15 മിനിറ്റ് നമുക്കൊരു ക്യൂമൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിനകത്ത് നമുക്ക് 15 മിനിറ്റിൽ ക്യൂമൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 റിസൾട്ട് ഞാൻ എടുത്തു വയ്ക്കുന്നു. ഓക്കെ, അതായത് മാർക്കറ്റ് സ്ട്രോങ്ലി മൂവ് ചെയ്യുന്നു. നോക്കുക, മാർക്കറ്റ് ഇവിടെ സ്ട്രോങ്ലി ഒരു അപ്വാർഡ് മൂവ്മെന്റ് തരുന്നു. അതിനുശേഷം ഈ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഹയർ ഹൈ ഫോം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഹയർ ലോനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു. സോ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു റാൻഡം ആയിട്ട് എടുത്താണ്, ഒരു ക്വാസിമോഡൽ ലെവലാണ്. സോ ഈ ക്വാസിമോഡൽ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയ സമയത്തേക്ക് അവിടുന്ന് സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ സംഭവിച്ചു. കണ്ടോ, ഇതാണ് ക്വാസിമോഡൽ ലെവൽ എന്ന് പറയുന്നത്. ഇവിടെയും എക്സാക്ട്ലി സെയിം. ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ ഒരു ക്വാസിമോഡൽ ലെവൽ ഫോം ചെയ്തു. ഓക്കെ, സോറി, ഇവിടെ ഒരു ക്വാസിമോഡൽ ലെവൽ ഫോം ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇതിന് ഒരു വിക്ക് വരച്ച് കാണിക്കാം. അതായത് ഇവിടെ ഒരു ക്വാസിമോഡൽ ലെവൽ ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ ക്വാസിമോഡൽ ലെവൽ ഫോം ചെയ്തത്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന സമയത്ത് ഒരു സ്ട്രോങ് റിയാക്ഷൻ. സിംപിളി പറഞ്ഞ ഇത്രയാണ്. ഓക്കെ, ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നു. ഇതിവിടെ സെയിം ബുള്ളിഷ് ക്വാസിമോഡൽ ലെവൽസ് ഹിയർ. ബോഡി വിക്ക് പരിഗണിക്കാതെ ബോഡി മാത്രം പരിഗണിച്ച് സ്ട്രോങ് ക്വാസിമോഡൽ ലെവൽസ് ആണ്. സോ ഈ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ട്രോങ് മൂവ്മെന്റ് കിട്ടും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ക്യൂമൽ സിസ്റ്റത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം. ഇനി ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ട്രേഡിംഗ് സിസ്റ്റം കിട്ടി, നമുക്കിപ്പം അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിൻ്റെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇതിനെ ഒരു സിസ്റ്റമാക്കി മാറ്റാം, എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഫസ്റ്റ് നമ്മൾ ക്യൂമലിനെ ഐഡന്റിഫൈ ചെയ്തു, ക്യൂമൽ ഏരിയ മാർക്ക് ചെയ്തു. ആ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക, എന്തൊക്കെ കൺഫർമേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒരു ലാസ്റ്റ് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിങ്ങനെ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്യൂമൽ കിട്ടണം എന്നില്ല. നിങ്ങൾക്കിപ്പം വേറെ ഏതെങ്കിലും നിങ്ങളൊരു ബ്രോക്കറുടെ ചാർട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യൂമൽ സോൺസ് ഐഡന്റിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഞാൻ ക്യൂമൽ ഏരിയാസ് കിട്ടുന്നത് ഇപ്പോൾ 5 മിനിറ്റ് ക്യൂമൽ ആണ് എനിക്ക് കിട്ടുന്നത്. അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ക്യൂമൽ ആണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരിക്കും. 1 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ക്യൂമൽ സിസ്റ്റം കിട്ടുന്നത് 15 മിനിറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് 3 മിനിറ്റ് ആയിരിക്കും കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ സിസ്റ്റം ഞാൻ ഫൈൻഡ് ചെയ്തത് 30 മിനിറ്റ് ക്യൂമൽ ലെവലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റ് ആണ് കൺഫർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോർമേഷനോ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലെ വേറൊരു മൈനർ ക്യൂമലോ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ടും റിവേഴ്സലിന് വേണ്ടിയിട്ട് കൺസിഡർ. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് പാറ്റേൺ ആണോ ഫെമിലിയർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്തത് ഈ 3 കാര്യങ്ങളാണ്. അതായത് ആ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് കാണിക്കണം അവിടെ, അതുപോലെ തന്നെ അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിലോട്ടൊരു ബ്രേക്ക് ഡൗണോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ട്രേഡ് ഞാൻ കാണിച്ചു തരുന്നു. അതായത് ഇവിടുന്നാണ് നമുക്ക് റിവേഴ്സൽ കിട്ടിയത്.
നമ്മൾ 50 മിനിറ്റ് ആണ് ക്യാൻഡിൽ ഞാൻ യൂസ് ചെയ്തത്. സോ ഞാൻ 3 മിനിറ്റ് എടുക്കുന്നു. ഓക്കെ, 3 മിനിറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു, ടച്ച് ചെയ്തു. ഓക്കെ, ഇനി ഏതെങ്കിലും ഡയറക്ഷനിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഏകദേശം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് എൻട്രി വെക്കുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്, ഇതിന്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. വേറൊരു പ്രോ ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് ഈ ഏരിയയിലേക്ക് മാത്രം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഒരു 2 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 20 പിപ്സ് നമ്മളെപ്പോഴും ബഫറായിട്ടും കൂടെ വെക്കുക. അതായത് ഒരു 7 ആണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 വെക്കുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 7.2 ആണ്, 7.1 ആണ്, നിങ്ങൾ 9.1 നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കുക. 5 മിനിറ്റ് ആണ്, 15 മിനിറ്റ് ആണ് നമുക്ക് കിട്ടിയത് കൊണ്ട്, സോറി 15 മിനിറ്റ് ആണ് നമുക്ക് QML കിട്ടിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ 1:3 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി സോ 9 27.3 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി 27.3 അച്ചീവ് ചെയ്ത് നോക്കുക. യെസ്, സിംപ്ലി 27.3 അച്ചീവ് ചെയ്തിട്ടുണ്ട്. സിംപ്ലി ഇത്രയാണ് നമ്മുടെ QML സിസ്റ്റത്തിൻ്റെ ട്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിനകത്ത് ബേസിക്കലി പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് LKG ലെവൽ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ സിസ്റ്റം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ സൈക്കോളജിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ 20 പിപ്സ് ബഫറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലാണ് ചാർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടെന്നാണ് നിങ്ങൾക്കൊരു പ്രോ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡയറക്റ്റായിട്ടും ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു QML സോൺ കിട്ടുന്നത് വരെ നിങ്ങൾ ഒരു ലൈൻ ചാർട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലൈൻ ചാർട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. നിങ്ങൾ എന്തോ നിങ്ങൾക്ക് QMLൻ്റെ ഇൻഡിക്കേറ്റർ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. QML ഏരിയാസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഒരു QML ഏരിയ മാർക്ക് ചെയ്ത് കിട്ടും, കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈൻ ചാർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് QML ഏരിയാസ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇതുവരെ സിസ്റ്റം ഇല്ലാത്ത ആളുകളാണ്, സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും സ്ട്രാറ്റജി നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഈ ലൈവ് സെഷൻസ് ഒക്കെ ചെയ്യാൻ പ്ലാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് സെഷനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുമായിട്ട് വരികയാണ്. ഞാനിതിൽ ഒരു സംഭവം ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സാധനവും വാങ്ങാനോ വിൽക്കാനോ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എല്ലാം സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. താങ്ക് യു.